ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം ആഹാര ഭക്ഷ്യക്രമ ദൂഷ്യങ്ങളും പരിഹാരമാർഗങ്ങളും എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, സമീപകാലങ്ങളിലായി നമ്മുടെ ആഹാര ഭക്ഷ്യക്രമങ്ങളിലും ശീലങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾ ജീവിതശൈലി രോഗങ്ങളിലുണ്ടായ വർധനവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദേശകാല സംസ്കാരങ്ങൾക്ക് വിരുദ്ധമായി ആകർഷണീയമായ നിറവും മണവും രുചിക്കൂട്ടുകളും ചേർത്തത് പൊതുസമൂഹത്തിൻ്റെ ഭക്ഷണാസക്തി വർദ്ധിപ്പിക്കുന്നു. സ്കൂൾ തലങ്ങളിൽ തുടങ്ങി ബിപിയും പ്രഷറും ഫാറ്റി ലിവറും കിഡ്നി സംബന്ധമായ രോഗങ്ങളും എന്തിന് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളും ഇന്ന് ദൈനംദിനം വർദ്ധിച്ചു വരുന്നു. ശരീരമനങ്ങാതെ സുഖിച്ച് തിന്നും കുടിച്ചും പൊണ്ണത്തടി വർദ്ധിപ്പിച്ച് രോഗികളുടെ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. മിക്ക വീടുകളിലും, പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ, ഭക്ഷണം പാകം ചെയ്യുന്നത് തീരെ കുറഞ്ഞു. ഓൺലൈൻ ഫുഡുകളും ടേക്ക് അവേകളും ബേക്കറികളും ഫാസ്റ്റ് ഫുഡുകളും അടുക്കളയുടെ സ്ഥാനം കൈയടക്കി കഴിഞ്ഞു. നമ്മുടെ പൂർവികരുടെ ഗവേഷണ നിരീക്ഷണ വസ്തുതകളും സത്യങ്ങളും വെറുതെ എന്ന് പുച്ഛിച്ചു തള്ളി ദേശകാലങ്ങൾക്ക് യുക്തമല്ലാത്ത വിരുദ്ധമായ ആഹാരപാനീയങ്ങൾ, രുചിക്കൂട്ടുകൾ ചേർത്ത് നമ്മെ കഴിക്കാൻ നിർബന്ധിതരാക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിഷമടിച്ച പച്ചക്കറികളും ഫലങ്ങളും ധാന്യങ്ങളും മറ്റ് ഇതര ഭക്ഷ്യവസ്തുക്കളുടെയും വിൽപ്പന കമ്പോളമായി കേരളം മാറിയിരിക്കുന്നു. ഇങ്ങനെ പോയാൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളം ഒരു ആതുരാലയമായി മാറും നിശ്ചയം. ഇതിന് പരിഹാരം ഇപ്പോഴുള്ള ആഹാര ഭക്ഷ്യക്രമ രീതികൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുത്തശ്ശിമാരും മുതുമുത്തശ്ശിമാരും ആചാര്യന്മാരും ക്രമപ്പെടുത്തിയ പ്രകൃതിദത്തമായ പഴയ ആഹാര ഭക്ഷ്യക്രമ ശീലങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. അതിലേക്കായി താഴെ പറയുന്ന 5 പരിപാടികൾ സജീവമാക്കാവുന്നതാണ്. 1. വീടുകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുക. 2. ഒരു വീടിന് ഒരു പച്ചക്കറിത്തോട്ടം പ്രാവർത്തികമാക്കുക. 3. നമ്മുടെ ആഹാരം നാം തന്നെ പാകം ചെയ്ത് കഴിക്കുക. 4. ഭക്ഷണം 2 നേരം മതി, എപ്പോഴും തിന്നുന്ന ശീലം ഒഴിവാക്കുക. 5. കായിക ആയാസം അഥവാ എക്സർസൈസ് ശീലമാക്കുക. നല്ല ഭക്ഷണക്രമം നല്ല ആരോഗ്യത്തിന്. ആരോഗ്യം പുണ്യമാണുണ്ണി, പുണ്യം. നന്ദി, നമസ്കാരം.